Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വലതുകരമൊന്ന് ഉയർത്തി പറഞ്ഞേ ഹാലേലുയ്യ. Hallelujah. ഇന്ന് കരങ്ങളൊക്കെ നന്നായി വീശി എന്ന് പറഞ്ഞേ ഹാലേലുയ്യ. Hallelujah. ഹാലേലുയ്യ. Hallelujah. ഹാലേലുയ്യ. Hallelujah. അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയ വിചാര വികാരങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ പൊന്നു തമ്പുരാനായിരിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 133 അധ്യായം അതിൻ്റെ 1 തിരുവചനം ഇപ്രകാരമാണ് നമ്മളോട് പറയുന്നത്: സഹോദരങ്ങൾ ഏക മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. സഹോദരർ ഏക മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. വലതുകരമൊന്ന് ഉയർത്തി ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറയാം. സഹോദരർ ഏക മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. സഹോദരർ ഏക മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെയൊക്കെ പൂർവീകർ, നമ്മുടെയൊക്കെ അപ്പനും വല്യപ്പൻ്റെയും ഒക്കെ കാലഘട്ടങ്ങളിൽ വലിയ കൂട്ടുകുടുംബങ്ങളാണ് അന്നൊക്കെയുള്ളത്. അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും സഹോദരങ്ങളും അവരുടെ ജീവിത പങ്കാളിമാരും മക്കളും, അങ്ങനെ ഒരു 10-15 പേരടങ്ങുന്ന ഒരു വലിയ കുടുംബം. അവിടെ പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല. അവിടെ സന്തോഷമുണ്ട്, സമൃദ്ധിയുണ്ട്, ഒരാളെ നോക്കാൻ മറ്റൊരാളുണ്ട്. വളരെ സന്തോഷപ്രദമായ ഒരു ജീവിതമായിരുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ വിഭിന്നമായി അണുകുടുംബങ്ങളായി മാറി. അപ്പനും അമ്മയും ഒരു മകനും അല്ലെങ്കിൽ മകളും 3 പേര് അല്ലെങ്കിൽ ഏറിയാൽ 4 പേര്. ഇന്ന് ഈ അവസ്ഥയിലൊക്കെയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ. എല്ലാവരും സ്വന്തമായൊരു ഭവനം, അതിനു ചുറ്റും വലിയൊരു മതിൽ, അയൽപ്പക്കക്കാർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല, വലിയ ഗേറ്റ് വെച്ച് നമ്മളത് പൂട്ടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ നമ്മൾ ഒതുങ്ങിക്കൂടുന്നു. ഈ രീതിയിലൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഈ പൂർവികരുടെ കാലഘട്ടത്തിൽ അവർക്ക് അന്നന്നത്തെ ആഹാരത്തിനുള്ള വക മാത്രമേ ഉള്ളൂ. എങ്കിലും അതൊക്കെ പരസ്പരം പങ്കുവെച്ചും ഉള്ളതിൻ്റെ ഒരു ഓഹരി നമ്മുടെ അയൽപ്പക്കത്തെ വീട്ടിലൊക്കെ കൊടുത്താണ് നമ്മളൊക്കെ കഴിഞ്ഞു വന്നിരുന്നത്. അരിയില്ലാത്തവൻ അരി കൊടുക്കും. അന്നത്തെയൊക്കെ നമ്മുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ചക്കയും കപ്പയും ഒക്കെയാണ്. ഈ ചക്കയും കപ്പയും ഒക്കെ നമ്മുടെ വീട്ടിലെടുത്തതിന് ശേഷം ബാക്കി വരുന്നത് നമ്മുടെ അയൽപ്പക്കക്കാർക്ക് കൊടുക്കും. അതിനുവേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ തറവാട്ടിലെ പ്ലാവ് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. വലിയ പ്ലാവ്, അതിലെ ചക്ക എന്നൊക്കെ പറയുന്നത് ഒരു 2 പേര് എടുത്താൽ പൊന്താത്ത അത്ര വലിയ ചക്കകളായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ പ്ലാവിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? ആകെ ഇത്രയേ പൊക്കമുള്ളൂ. അതിലുണ്ടാവുന്ന ചക്കയോ വളരെ ചെറുതും. കാരണം എന്താണ്? നമ്മുടെയൊക്കെ മനസ്സും നമ്മുടെയൊക്കെ ജീവിതവും ഇതേ രീതിയിൽ ചുരുങ്ങിപ്പോയിരിക്കുന്നു. പണ്ടത്തെ കപ്പ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു മൂട് പറിച്ചാൽ ഒരു 50 കിലോ അല്ലെങ്കിൽ 60 കിലോയൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇന്ന് നമ്മൾ എങ്ങനെയാണ് കപ്പ നടുന്നത്? ഒരു ചാക്കെടുത്ത് അത് കീറി അതിലൊരു കോല് നാട്ടും. ഒരു കിഴങ്ങ് ഇങ്ങോട്ടും ഒരു കിഴങ്ങ് അങ്ങോട്ടും, ആകെ 2 കിഴങ്ങ്. ഇന്ന് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഈ മനസ്സിൻ്റെ അവസ്ഥ പ്രകൃതി പോലും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സത്യം. നമ്മുടെയൊക്കെ ഈ ഇടുങ്ങിയ ജീവിതം ഈശോ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മനസ്സ് ഒത്തിരിയേറെ സ്വാർത്ഥത നിറഞ്ഞതായി മാറി.
ഈ സ്വാർത്ഥത വളർന്ന് ഇത് മറ്റൊരു തലത്തിലേക്ക്, ശത്രുതയുടെ തലത്തിലേക്കൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ സഹോദരങ്ങൾ തമ്മിൽ എനിക്ക് എത്രമാത്രം ബന്ധമുണ്ട്? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. സഹോദരങ്ങൾ തമ്മിൽ, സമൂഹങ്ങൾ തമ്മിൽ, എന്തിനധികം ജീവിത പങ്കാളികൾ തമ്മിൽ പരസ്പരം ഒന്ന് മിണ്ടിയിട്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ പരസ്പരം ഒന്ന് സംസാരിച്ചിട്ട് എത്രയോ നാളുകളായിട്ടുണ്ടാവാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ ശത്രുതയുടെ വേലിക്കെട്ട്, അതിൻ്റെ മതിൽ അടിക്കടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ നമ്മോട് പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. എന്താണ്? ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം വായിക്കുമ്പോൾ ഒരു സംഭവമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. മൊളോക്കോയിൽ കുഷ്ഠരോഗികൾക്കിടയിൽ ശുശ്രൂഷ ചെയ്ത് ഒടുവിൽ കുഷ്ഠരോഗിയായി തീർന്ന വ്യക്തിയാണ് മഹാനായ ഫാദർ ഡാമിയൻ. ഈ ഡാമിയൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് ഒത്തിരിയേറെ സഹനം നിറഞ്ഞതായിരുന്നു. നമുക്കറിയാം, കുഷ്ഠരോഗി അവർ പൊതുസമൂഹത്തിൽ വരാൻ പാടില്ല, ആളുകൾ കൂടുന്നിടത്ത് വരാൻ പാടില്ല, എവിടെയെങ്കിലും കുടിലിന് പുറത്ത് നഗരത്തിന് വെളിയിൽ പോയി ഒറ്റയ്ക്ക് താമസിക്കണം. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി അവരുടെ ഇടയിൽ ചെന്ന് രോഗിയായി തീർന്ന വ്യക്തിയാണ് ഡാമിയൻ. ഈ ഡാമിയൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരല്പമെങ്കിലും ആശ്വാസം ലഭിച്ചിരുന്നത് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനായി ചെന്ന ഒരു അമേരിക്കൻ മിഷണറിയായ ഫാദർ ലാംബർട്ട് എന്ന് പറഞ്ഞ ഒരു പുരോഹിതനാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ശുശ്രൂഷയും ഒക്കെയാണ് ഈ ഡാമിയന് ഒരു ആശ്വാസമേകിയത്. ഈ ലാംബർട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നതിന് മുൻപ് അവിടെയുള്ള കാട്ടുജാതികളുടെ ഇടയിൽ, കാട്ടുമനുഷ്യരുടെ ഇടയിൽ, വനത്തിൽ വസിക്കുന്നവരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുകയും ഈശോയെ പങ്കുവെച്ചു കൊടുക്കുകയും ഒക്കെ ആയിരുന്നു ആ മിഷണറിയുടെ ജോലി. അവിടെ നിന്നാണ് അദ്ദേഹം ഡാമിയൻ്റെ അടുത്തെത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം ഒരു അമേരിക്കക്കാരനായ മിഷണറിയാണ്. അദ്ദേഹം നല്ലൊരു സായിപ്പാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കൗതുകം തോന്നും. അത്രമാത്രം സുന്ദരനായ ഒരു മനുഷ്യൻ, നല്ല വെളുത്ത് തടിച്ച തുടുത്ത ശരീരമുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ ഇരിക്കെ ഈ കാട്ടുജാതിയിലെ മൂപ്പന് ഒരാഗ്രഹം, ഇത്രയും ഇറച്ചിയും മാംസവുമുള്ള ഈ മനുഷ്യനെ കൊന്ന് ഇദ്ദേഹത്തിൻ്റെ മാംസം കഴിച്ചാൽ നല്ല രസമായിരിക്കും. അങ്ങനെ ഇവർ പദ്ധതിയിടുകയാണ്, ഇദ്ദേഹത്തെ കൊന്ന് ഇദ്ദേഹത്തിൻ്റെ മാംസം ഭക്ഷിക്കണം. ഒരു സായാഹ്നത്തിൽ ലാംബർട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ ഇദ്ദേഹത്തെ വള്ളികൾ കൊണ്ട് ബന്ധിച്ച്, ശരീരം മുഴുവൻ ബന്ധിച്ച് അദ്ദേഹത്തെ പിടിച്ച് കൊല്ലുവാനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ പോകുന്ന വഴിയിൽ ഇദ്ദേഹം ഒരു മറുപടിയും ഇവരോട് പറഞ്ഞില്ല, ഒരു എതിർപ്പും ഇവരോട് പ്രകടിപ്പിച്ചില്ല. ഇദ്ദേഹം സന്തോഷത്തോടെ ഇവരുടെ കൂടെ നടന്നു നീങ്ങുകയാണ്. പോകുന്ന വഴിയിൽ ഇദ്ദേഹം ഒരു പണി ചെയ്തു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന നല്ല ഒരു വാച്ചൂരി ഈ മൂപ്പൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത്ഭുതപ്പെട്ടു. അവരാകെ അസ്വസ്ഥമായി. ഇതെന്താണ് സംഭവം? ഞങ്ങളെ കൊല്ലാനുള്ള, നശിപ്പിക്കാനുള്ള എന്തോ ഒരു യന്ത്രമാണെന്ന് അവർക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങളെ നശിപ്പിക്കാനുള്ളതല്ല, ഇത് നല്ലൊരു സാധനമാണ്, ഇത് കളയരുത്. നിങ്ങൾ ഇതിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കേ. ഇതിൻ്റെ നടുക്കുകൂടി ഒരു സൂചി വട്ടം കറങ്ങുന്നുണ്ട്. ഈ സൂചി ഇങ്ങനെ കറങ്ങി 12-ലെത്തുമ്പോൾ സമയം ഉച്ചയാകും. നിങ്ങൾക്ക് സമയമറിയാനുള്ള ഒരു ഉപകരണമാണിത്. അവരാകെ അത്ഭുത സ്തബ്ധരായി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മനുഷ്യൻ ഇടപെടുന്നത്? സാധാരണ ഒരു മനുഷ്യനെ, ഒരു ഇരയെ കൊല്ലാൻ പിടിച്ചാൽ ആ ഇര കുതറി രക്ഷപ്പെടാനാണ് ശ്രമിക്കുക. പല്ലും നഖവും ഉപയോഗിച്ച് തൻ്റെ ശത്രുവിനെതിരെ പോരാടാനാണ് പരിശ്രമിക്കുക. പക്ഷേ ഈ മനുഷ്യൻ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളോട് പെരുമാറുന്നത്? ഇദ്ദേഹം ഞങ്ങൾക്കെതിരെ പിറുപിറുക്കുന്നില്ല, പരാതി പറയുന്നില്ല, ഉപദ്രവിക്കുന്നില്ല. മാത്രമല്ല, കയ്യിലിരുന്ന വിലപിടിപ്പുള്ള ഒരു അത്ഭുത യന്ത്രവും ഞങ്ങൾക്ക് തന്നിരിക്കുന്നു.
അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളോട് പ്രതികരിക്കുന്നത്? ഈ മിഷണറി പറഞ്ഞു, ഞാനൊരു മിഷണറിയാണ്. സ്വന്തം ജീവൻ എനിക്ക് വേണ്ടി ബലി കഴിക്കുന്നവൻ അത് നേടിയെടുക്കും എന്നാണ് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. സ്വന്തം ജീവൻ എനിക്ക് വേണ്ടി ബലി കൊടുക്കുന്നവൻ, ബലി കഴിക്കുന്നവൻ അത് നേടും എന്നാണ് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, തുടർന്നങ്ങോട്ട് ഈ വനത്തിലുള്ള മനുഷ്യരുടെ മാനസാന്തരത്തിൻ്റെ കഥയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനത്തിൽ ഇപ്രകാരം എഴുതുകയാണ്: നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷണവും ദാഹിക്കുന്നെങ്കിൽ ജലവും കൊടുക്കുക, അതുവഴി നീ അവൻ്റെ തലയിൽ തീക്കനൽ കൂട്ടും. വചനം ശ്രദ്ധിക്കണമേ. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷണവും ദാഹിക്കുന്നെങ്കിൽ ജലവും കുടിക്കാൻ കൊടുക്കുക, അതുവഴി അവൻ്റെ തലയിൽ തീക്കനൽ കൂട്ടും. പ്രിയപ്പെട്ടവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളും 25-ന്റെ 21-ലും ഇത് തന്നെയാണ് എഴുതി വയ്ക്കുന്നത്: നിന്റെ ശത്രുവിന് വിശക്കുമ്പോൾ ഭക്ഷണവും ദാഹിക്കുമ്പോൾ കുടിക്കാനും കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ശത്രുത മനോഭാവത്തെയാണ് ഈ മിഷണറി ഇവരുടെ ഇടയിൽ മാറ്റിയെടുക്കുന്നത്. ഇവർ ചിന്തിക്കുകയാണ്, സാധാരണ ഒരു ഇരയെ പിടിച്ചാൽ ആ ഇര നമുക്കെതിരെ പ്രതികരിക്കും. എന്നാൽ എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നമ്മളോട് ചെയ്തു? ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഇപ്രകാരം നമ്മോട് പ്രതികരിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഇത് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. ക്രിസ്ത്യാനിയായ മനുഷ്യൻ തൻ്റെ ശത്രുവിനെ നിരുപാധികം സ്നേഹിക്കുക മാത്രമല്ല, അവന് നന്മ ചെയ്യുക കൂടി ചെയ്യുന്നു. തൻ്റെ ശത്രുവിനെ നിരുപാധികം സ്നേഹിക്കുക മാത്രമല്ല, അവന് നന്മ ചെയ്യുക കൂടി ചെയ്യുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ മിഷണറി അവരുടെ ജീവിതത്തിൽ പങ്കുവെച്ചു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകളെയൊക്കെ ഒന്ന് അടയ്ക്കാം. കണ്ണുകളെ പൂർണ്ണമായും ഒന്ന് അടയ്ക്കുക. ഈശോ പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈ രാത്രിയിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എൻ്റെ ജീവിതം ഇന്ന് എവിടെ നിൽക്കുന്നു? എൻ്റെ സഹോദരങ്ങളുമായുള്ള എൻ്റെ ബന്ധം എത്രമാത്രമുണ്ട്? ഒരുപക്ഷെ ഞാൻ അവളെയോ അവനെയോ മിണ്ടാൻ പോലും കൂട്ടാക്കാതെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. ഒരുപക്ഷെ എൻ്റെ സഹോദരൻ്റെ ഭവനത്തിൽ ഞാൻ കയറിപ്പോയിട്ട് നാളുകളേറെയായിട്ടുണ്ടാവാം. എൻ്റെ മക്കളെ ഞാൻ ഏത് രീതിയിൽ കാണുന്നു? ഒരുപക്ഷെ അവരോട് വെറുപ്പും വിദ്വേഷവും ഈ രാത്രിയിലും നമ്മുടെ ഉള്ളങ്ങളിലുണ്ടാവാം. എന്തിനധികം നമ്മുടെ ജീവിത പങ്കാളിയോട് പോലും മിണ്ടിയിട്ട് സംസാരിച്ചിട്ട് നാളുകളേറെയായിട്ടുണ്ടാവാം. ഇവരോടൊക്കെ രമ്യതപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മനുഷ്യനായിപ്പോയി ചിന്തിക്കുമ്പോഴും സ്നേഹിക്കണമെന്ന് തോന്നുമ്പോഴുമൊക്കെ എൻ്റെ ഉള്ളിലേക്ക് ചില പഴയ ഓർമ്മകൾ കയറി വരും. അതെന്നെ പിന്നെയും പുറകോട്ട് പിടിച്ചു വലിക്കും. പ്രിയ ദൈവമക്കളെ, ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തെ നിന്റെ ഈശോയ്ക്കൊന്ന് വിട്ടുകൊടുക്കാമോ? നിന്റെ ഹൃദയത്തെ നിന്റെ ഈശോയ്ക്കൊന്ന് വിട്ടുകൊടുക്കാമോ? വീണ്ടും ഒരു വർഷം കൂടി കഴിഞ്ഞുപോയി. ചില പുതിയ തീരുമാനങ്ങൾ ഈ രാത്രിയിൽ നമുക്ക് എടുക്കണ്ടേ? ഈശോയുടെ മുൻപിൽ ചില പുതിയ തീരുമാനങ്ങൾ ഈ രാത്രിയിൽ എടുക്കുക. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച എൻ്റെ ഗുരു, എനിക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചാൽ നീ അത് നേടിയെടുക്കുമെന്ന് അരുളി ചെയ്ത എൻ്റെ ഗുരു, അവൻ്റെ അനുയായിയാണ് നമ്മൾ ഓരോരുത്തരും. ആ യേശുവിലാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത്. അവന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിൻ്റെ അതിരുകളോളം സുവിശേഷം കൊടുക്കുവാൻ ഒരു മിഷണറി ആയിത്തീരുവാനുള്ള വിളി എനിക്കും നിങ്ങൾക്കുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഉള്ളിൽ ചാരം മൂടിക്കിടക്കുന്ന ആ ദൈവസ്നേഹത്തെ ഈ രാത്രിയിലൊന്ന് ഊതിയെടുക്കാമോ?
ഈ രാത്രിയിൽ വീണ്ടും ഒന്ന് ജ്വലിപ്പിക്കാമോ? ഇരുകരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുക. ഇരുകരങ്ങളും യേശുവിന്റെ പക്കലേക്ക് ഉയർത്തി, ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊന്ന് പറയാമോ? എന്നെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാൻ, എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇരുകരമുയർത്തി മനമുയർത്തി എന്ന് ആരാധിക്കുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ദൈവകൃപ നിറയട്ടെ, ദൈവ സാന്നിധ്യം നിറയട്ടെ, ദൈവാത്മാവിന്റെ സാന്നിധ്യം നിറയട്ടെ, പരിശുദ്ധാത്മാവ് നമ്മളിൽ പരിവർത്തിക്കട്ടെ, ആത്മാവിന്റെ സാന്നിധ്യം വന്ന് നിറയട്ടെ. ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളോടുള്ള സ്നേഹം, ജീവിത പങ്കാളിയോടുള്ള സ്നേഹം, മാതാപിതാക്കളോടുള്ള സ്നേഹം, എന്റെ ബന്ധത്തിൽ വന്ന കുറവുകൾ എല്ലാത്തിനും മാപ്പ് ചോദിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹാല 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 ഹാല. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്മയാൽ ജയിക്കണമെന്നു ചൊല്ലി സ്നേഹത്തിന്റെ പാഠങ്ങൾ നീ പകർന്നേകി. ശത്രുവിനെ സ്നേഹിക്കാൻ അരുൾ ചെയ്തവനേ, നിന്റെ സ്നേഹം പങ്കുവെച്ചിടാം. ഈശോയെ നിന്റെ സാക്ഷിയായി മാറിടാം. ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ, എന്നെ എന്നും കൺമണിയായി കരുതുന്നോനേ, ഓമന കുട്ടനാക്കുവാൻ നാഥാ, എന്റെ കൂടെ നീ വരേണമേ. ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ, എന്നെ എന്നും കൺമണിയായി കരുതുന്നോനേ, ഓമന കുട്ടനാക്കുവാൻ നാഥാ, എന്റെ കൂടെ നീ വരേണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം എഴുതി പറയാ ഹല്ലേലൂയ. ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. വലതുകരം എഴുതി ഹല്ലേലൂയ. കർത്താവ് വരും മണിക്കൂറുകൾ കഴിഞ്ഞ മണിക്കൂറിലെല്ലാം വലിയ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞ് തൻ്റെ സാന്നിധ്യം, തൻ്റെ ശക്തീകരണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കരങ്ങളടിച്ച് എല്ലാ മഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കാം. പോരാ, ഒരു നല്ലൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടർന്നുള്ള സമയത്ത് നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല വിശുദ്ധരുടെയും കൂടി ചേർന്ന് പരിശുദ്ധ മാതാവിനുള്ള ലുത്തിനിയ ഗീതം പാടി കൂടുതൽ ദൈവകൃപയ്ക്കും ദൈവാനുഗ്രഹത്തിനുമായി നാം പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്നവർക്ക് മുട്ടിന്മേൽ നിൽക്കുകയോ അല്ലാത്തവർക്ക് ഇരിക്കുകയോ ചെയ്തുകൊണ്ട് ഈ ഗീതത്തോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കും. കനിയണമേ മിശിഹാവേ, കനിയണമേ കർത്താവേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സകലേശ ദിവ്യാനുഗ്രഹമേകണമേ, പരിപാവനമാ ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ.
മധുരാം നിർമ്മല മാതാവേ, കരയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാം കന്യകയേ, വിശ്വദയാസുര കന്യകയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവരുത്സവനായികയേ, ദൈവികമാം പരിനീർ സമനേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്ത ഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാഗ്ദാനത്തിൻ പേടകമേ, സ്വർലോകത്തിൻ ദ്വാരകമേ, പുലർക്കാലത്തിൻ താരകമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമേന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കേഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തുജനത്തിൻ പാലികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി, ഭാവാന്മാരുടെ രാജ്ഞി, സ്ലീഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കന്യകമാരുടെ രാജ്ഞി, വന്ദകനിരയുടെ രാജ്ഞി, രക്താംഗിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരതസഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗാരോപിതരാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ, പാപം പൊറുക്കേണമേ നാഥാ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ, പ്രാർത്ഥന കേൾക്കേണമേ നാഥാ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥാ, ഞങ്ങളിൽ കനിയേണമേ നാഥാ, ഞങ്ങളിൽ
എഴുന്നേറ്റിരിക്കുക. ഇരിക്കുക, അങ്ങോട്ട് ഇരിക്കുക. നല്ലൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. 20-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം തിരുവചനം ഇപ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവ് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. കർത്താവ് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. അടുത്തിരിക്കുന്ന ആളുടെ കരമൊന്ന് ചേർത്ത് പിടിച്ച് ഈ വചനമൊന്ന് പറഞ്ഞ് ഒരു ബലപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കാം. അടുത്തിരിക്കുന്ന ആൾ എൻ്റെ മുഖത്തല്ല, അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത്. കർത്താവ് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. വലതുകരം ഉയർത്തി ഒരു അഭിഷേകത്തിനായി ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരൽപ്പം ജീവനോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അപ്രകാരം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിലാണ് നമ്മൾ തിരുവചനത്തിന് മുമ്പിലായിരിക്കുന്നത്, ശാലോം ടെലിവിഷൻ്റെ മുമ്പിലായിരിക്കുന്നത്. കർത്താവ് നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം സാധിച്ചു തന്ന് നമ്മുടെ ഉദ്യമങ്ങളെല്ലാം സഫലമാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരെ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞോ. ഒന്നുകൂടെ ഹല്ലേലൂയ, ആ ശക്തിയോടെ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അപ്രകാരം നമുക്കത് അനുഭവിക്കണമെങ്കിൽ കഴിഞ്ഞ മണിക്കൂർ നമ്മൾ കേട്ട വചനാടിസ്ഥാനത്തിൽ നമ്മൾ ആത്മീയ ഉണർവ് പ്രാപിക്കേണ്ടവരാണ്. യെശയ്യാ 52-ന്റെ 1, 2, 3 തിരുവചനങ്ങൾ ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സിയോനെ, നീ ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിൻ്റെ മനോഹരങ്ങളായ വസ്ത്രങ്ങൾ നീ അണിയണം. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിൻ്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിൻ്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിക്കണം. നമ്മളെ അടിമത്തത്തിലേക്ക് വച്ചിരിക്കുന്ന, പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്ന എല്ലാ ചരടുകളും നമ്മൾ പൊട്ടിക്കണം. ആരാധനയിലൂടെ, പ്രാർത്ഥനയുടെ, വചനശ്രവണത്തിലൂടെ. അപ്പോഴാണ് നമുക്ക് ആത്മീയമായ വലിയ ഉണർവിലേക്ക് വരാൻ കഴിയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല വചനം കേൾക്കുമ്പോൾ നല്ല ഹല്ലേലൂയ പറയണോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ് ഉണർവ്, നല്ല ഉണർവ് പ്രാപിക്കാൻ. ഉണർവ് വേണ്ടേ നമുക്ക്? ഉണർവ് വേണ്ടേ? വേണ്ടവരൊരു ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ. നല്ല ആത്മീയ ഉണർവ്. ഈ ആത്മാവ് നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഈ ഉണർവ് നമ്മുടെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കഴുത്തിലെ കെട്ടുകൾ, പാപത്തിൻ്റെ ബന്ധനങ്ങളെല്ലാം പൊട്ടിപ്പോവും. പ്രിയപ്പെട്ടവർ, യെശയ്യാ 10:27 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. വീണ്ടും നീ അടിമത്തത്തിൽ തുടരാതിരിക്കേണ്ടതിന് നിൻ്റെ കഴുത്തിലെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ആ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പാപവുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് കർത്താവ് നമുക്ക് വിടുതൽ തരുമ്പോൾ നമ്മൾ ആത്മീയ ഉണർവിൻ്റെ മനുഷ്യരായി മാറും. ഈ രാത്രി നല്ല ആഗ്രഹത്തോടെ ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യർ ലേഖനത്തിൽ 4 നമ്മൾ പഠിക്കുന്നുണ്ട്. ഉറങ്ങുന്നവനെ നിങ്ങളെ നോക്കിയാലോ, ഉറങ്ങുന്നവനെ എഴുന്നേൽക്കുക. കർത്താവ് നിൻ്റെ മേൽ പ്രകാശിക്കും. കർത്താവ് പ്രകാശിക്കും. ഈ രാത്രിയിൽ അനേകം ഇടങ്ങളിൽ, അനേകം കുടുംബങ്ങളിൽ ഇരുന്നു കൊണ്ട് തമ്പുരാൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ കർത്താവ് തൻ്റെ ഉണർവ് അയച്ചുകൊണ്ടിരിക്കുക, വിടുതൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് ഉണർത്തണമേ, എന്നെ ഒന്ന് ഉണർത്തണമേ. കർത്താവിനോടൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. നല്ലോണം കരമൊന്ന് കൊട്ടി ഒന്ന് പ്രാർത്ഥിച്ച് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം മറന്ന് അടുത്തിരിക്കുന്ന ആളേക്ക് ഒന്ന് മറന്ന് ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ ദേശം ഉണരും. ഞാൻ ഉണർന്നാൽ തിരുസഭ ഉണരും. ഞാൻ ഉണർന്നാൽ ലോകമുണരും. ഇത് നൈറ്റ് വ്യൂയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഉണർത്തണമേ എന്നെ. നന്നായി ഒന്ന് കരമടിച്ച് കരമുയർത്തിയടിക്കാമോ? കരങ്ങൾ താഴ്ത്തി ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ,
ഉണർത്തണമേ എന്നെ ഉണർത്തണമേ അടിക്കൂ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ രണ്ട് കരങ്ങളും ഉയർത്തി വായി തുറന്ന് യേശുവേ എന്ന് വിളിച്ചോ. ഈശോയേ, വിളിക്കട്ടെ വിളിക്കട്ടെ. യേശുവേ, ഉണർവിന്റെ ആത്മാവ്, ഈശോയേ, ശക്തിയുടെ ആത്മാവ്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന ആരാധന. ആരാധിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് സന്തോഷത്തോടെ ഭവനമകും ജെറുസലേമും ഉണരും ആത്മാവാൽ ഉണരും ഉണരും. എൻ സഭയാകും ജെറുസലേമും ഉണരും ആത്മാവാൽ ഉണരും ഭവനമകും ജെറുസലേമും ഉണരും ആത്മാവാൽ ഉണരും എൻ സഭയാകും ജെറുസലേമും ഉണരും ആത്മാവാൽ കരമുയർത്തിയടിക്കാം. ഞാനുണർന്നാലും ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഞാൻ ഉണർന്നാൽ ഞാനുണർന്നാലും ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആത്മാവാൽ എന്നെ ഉണർത്തണമേ 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 എന്നെ ഉണർത്തണമേ ആത്മാവ്. ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഞാനുണർന്നാലും ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഞാനുണർന്നാലും ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ സ്നേഹിതരാകും യൂദയായും ഉണരും ആത്മാവാൽ ഉണരും വിജാതീയരാകും സമരിയായും ഉണരും ആത്മാവാൽ ഉണരും സ്നേഹിതരാകും യൂദയായും ഉണരും ആത്മാവാൽ ഉണരും വിജാതീയരാകും സമരിയായും ഉണരും ആത്മാവാൽ ഉണരും ഞാനുണർന്നാലും ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഞാൻ ഉണർന്നാൽ ഞാനുണർന്നാലും ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ ആഗ്രഹിച്ച് 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 ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഞാനുണർന്നാലും ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഞാൻ ഉണർന്നാൽ ഞാനുണർന്നാലും ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ പാപത്തിൽ ഉറങ്ങും മാനവരെല്ലാം ഉണരും ആത്മാവാൽ ഉണരും പാപം വളർത്തും കോട്ടകളെല്ലാം തകരും ആത്മാവാൽ തകരും പാപത്തിലുറങ്ങും മാനവരെല്ലാം ഉണരും ആത്മാവാൽ ഉണരും പാപം വളർത്തും കോട്ടകളെല്ലാം തകരും ആത്മാവാൽ തകരും ഞാനുണർന്നാലും ദേശമുണരും
ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലും ദേശം ഉണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലും ദേശം ഉണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലും ദേശം ഉണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലും ദേശം ഉണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഇരുകരങ്ങളെയും ഉയർത്തി, ഇരുകരങ്ങളെയും ഉയർത്തി യേശുവേ എന്ന് വായി തുറന്ന് എല്ലാവരും വിളിച്ചോട്ടെ, എല്ലാവരും വിളിക്കട്ടെ. യേശുവേ, ആത്മീയ ഉണർവ് സംഭവിക്കട്ടെ, ആത്മീയ ഉണർവ് സംഭവിക്കട്ടെ. യേശുവേ, കൃപയുടെ മഴ ഒഴുകട്ടെ, അഭിഷേകത്തിന്റെ ശക്തി സംഭവിക്കട്ടെ. ആരാധന 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 സ്നേഹമുള്ളവരെ, ഈ രാത്രിയിൽ വലിയ ആത്മീയ ശക്തി നമ്മുടെ മേൽ കർത്താവ് പകർന്നുകൊണ്ടേയിരിക്കുന്നു. കണ്ണുകൾ അടച്ച് കരങ്ങൾ അല്പം തുറന്ന് പിടിച്ച് ദൈവം വെറുതെ തൻ്റെ ആത്മാവിനെ തൻ്റെ ജനത്തിൻ്റെ മേൽ പകരാറില്ല. പ്രത്യേക ദൗത്യത്തിനായിട്ട് പ്രത്യേക നിയോഗം ഏൽപ്പിച്ചുകൊണ്ടാണ് കർത്താവ് ഓരോ വേളകളിലും തൻ്റെ ആത്മാവിനെ തൻ്റെ ജനത്തിന് പ്രദാനം ചെയ്യുന്നത്. നമ്മൾ ലോകം മുഴുവനിലേക്ക് ഒന്ന് കണ്ണുയർത്തി നോക്കിയാൽ ലോകം ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എങ്ങും യുദ്ധത്തിൻ്റെ മാറ്റൊലി കേൾക്കുന്നു. കലഹവും ഭിന്നതയും വർഗീയതയുമെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രങ്ങൾ തമ്മിൽ, നേതാക്കന്മാർ തമ്മിൽ വലിയ രഹസ്യപ്പോരുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഇരു കരങ്ങളെയും ഒന്ന് ഉയർത്താം. ലോകമെമ്പാടുമുള്ള 800 കോടി ജനത്തിനു വേണ്ടി രാത്രി കണ്ണീരോടെ ഷാലോം ടിവിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടും ഈ ഓഡിറ്റോറിയത്തിലായിരുന്നുകൊണ്ടും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ രണ്ടാം വരവിന് മുമ്പ് ലോകം മുഴുവനും സുവിശേഷത്തിൻ്റെ തീ പടരാൻ അങ്ങിടയാക്കണമേ. സകല ഗോത്രങ്ങളും സകല വംശങ്ങളും നിന്റെ നാമത്തെ അറിയാൻ യേശു മാത്രം കർത്താവെന്ന് അറിയട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഷാലോം ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്ന സകലരും, വിവിധ മീഡിയാസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലോകത്തിന് വേണ്ടി, ലോക നേതാക്കൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നമുക്കൊന്ന് കരമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ജനകോടികൾ അറിയാൻ ഇടയാകട്ടെ. നിന്റെ നാമം ഉയരട്ടെ. നിന്റെ മഹത്വം ഭൂമിയിലെങ്ങും വെളിപ്പെട്ട് വരട്ടെ. ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ഉണർവിന്റെ കാറ്റ് വീണ്ടും അയക്കണമേ. ലോകത്തെ ഉണർത്തുന്ന ഒരു രണ്ടാം പന്തക്രിസ്തു കർത്താവേ, ലോകത്തിന്റെ മേൽ തുറക്കണമേ. ഈ രാത്രി ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നപ്പാ, സ്വർഗ്ഗം തുറക്കണമേ. നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ആരാധിക്കുന്നു 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 ആരാധന 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 ആരാധന. രണ്ടാം വരവിന് മുൻപ് നാം നടന്നു തീർക്കുകയില്ല. രണ്ടാം വരവിന് മുൻപ് നാം നടന്നു തീർക്കുകയില്ല. അതിനാൽ നമ്മൾ കൃപയുടെ തേരിൽ കുതിച്ചു പാഞ്ഞിടണം. അതിനാൽ നമ്മൾ കൃപയുടെ തേരിൽ കുതിച്ചു പാഞ്ഞിടണം. അന്റാർട്ടിക്ക മുതൽ ആർട്ടിക്ക വരെ നിന്റെ നാമം ജ്വലിച്ചിടട്ടെ. കരമുയർത്തി പിടിച്ച് അന്റാർട്ടിക്ക മുതൽ ആർട്ടിക്ക വരെ നിന്റെ നാമം ജ്വലിച്ചിടട്ടെ. ഗ്ലോറി അന്റാർട്ടിക്ക മുതൽ ആർട്ടിക്ക വരെ നിന്റെ നാമം ജ്വലിച്ചിടട്ടെ. 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 എസെക്കിയേൽ പ്രവചനം 22-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു: ഞാൻ വന്ന് ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനും
കോട്ടയുടെ വിള്ളലിൽ നിൽക്കാൻ തയ്യാറുള്ള ഒരുവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ഈ രാത്രിയിൽ കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ അന്വേഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയ ലോകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കേരളക്കരയിലെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും ധ്യാന ശുശ്രൂഷകരെയും നമുക്ക് ദൈവപക്കലേക്ക് ഈ രാത്രിയിൽ വേദനയോടെ സമർപ്പിക്കാം. എന്തുമാത്രം വചനത്തിൻ്റെ പെരുമഴ നമ്മുടെ കൊച്ചു കേരളത്തിൽ പെയ്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു മരവിപ്പിൻ്റെ ലക്ഷണങ്ങൾ നാം പലയിടത്തും കാണുന്നില്ലേ? ദൈവജനത്തിന് വിശ്വാസ തീക്ഷ്ണത കുറഞ്ഞുപോയ കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിടവിൽ നിൽക്കാൻ, ത്യാഗത്തോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മെ മാറ്റി നിർത്തുകയാണ്, വിളിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളെയും ഒന്ന് ഉയർത്തി ആത്മീയ ലോകത്തെ, ആത്മീയ ശുശ്രൂഷ കേന്ദ്രങ്ങളെ, എല്ലാ ശുശ്രൂഷകരെയും ഈ രാത്രി ബലപ്പെടുത്തണമേ കർത്താവേ. ഇന്നേ വരെ കാണാത്ത ഒരു കാറ്റ്, ആത്മാവിന് തീയിറക്കണമേ കർത്താവേ. വീണ്ടും നിന്നെ സാക്ഷിക്കാൻ നീ മാത്രം കർത്താവെന്ന് സകല വിജാതിരോട് ധൈര്യപൂർവ്വം പ്രഖ്യാപിക്കാൻ കർത്താവെ, വീണ്ടും ആത്മീയ ലോകത്തെ, ആത്മീയ ശുശ്രൂഷകരെ വീണ്ടും ബലപ്പെടുത്തണമേ. എല്ലാ ധ്യാന കേന്ദ്രങ്ങളെ, ആത്മീയ മുന്നേറ്റങ്ങളെ തീ പിടിപ്പിക്കണമേ. തീയായവരിൽ പടരണമേ, തീയായവരിൽ പടരണമേ, തീയായവരിൽ പടരണമേ, തീയായവരിൽ പടരണമേ, തീയായവരിൽ പടരണമേ, തീയായവരിൽ പടരണമേ. ജ്വലിപ്പിക്കണേ, ജ്വലിപ്പിക്കണേ നിന്നാമത്തിൻ ശക്തിയാ. ജ്വലിപ്പിക്കണേ, ജ്വലിപ്പിക്കണേ നിന്നാമത്തിൻ ശക്തിയാ. ജ്വലിപ്പിക്കണേ, ജ്വലിപ്പിക്കണേ നിന്നാമത്തിൻ ശക്തിയാ. തീയായവരിൽ പടരണമേ, തീയായവരിൽ പടരണമേ, തീയായവരിൽ പടരണമേ, തീയായവരിൽ പടരണമേ. ജ്വലിപ്പിക്കണേ, ജ്വലിപ്പിക്കണേ നിന്നാമത്തിൻ ശക്തിയാ. ജ്വലിപ്പിക്കണേ, ജ്വലിപ്പിക്കണേ നിന്നാമത്തിൻ ശക്തിയാ. ജെറമിയ 8:12 കരം അല്പം ഉയർത്തിപ്പിടിക്കാം. ജെറമിയ 8:12 പ്രവാചകൻ ഇങ്ങനെ കരയുകയാണ്. ശമനമില്ലാത്ത ദുഃഖത്തിലാണ് ഞാൻ, കഥനഭാരം എൻ്റെ ഹൃദയത്തെ മതിക്കുന്നു, എൻ്റെ ജനത്തിൻ്റെ വിലാപം ദേശത്തെങ്ങും മാറ്റൊലികൊള്ളുന്നു. ജെറമിയയുടെ നെഞ്ചുരുകുന്നത്, അവൻ കരയുന്നത്, നിലവിളിക്കുന്നത് അവന് വേണ്ടിയല്ല, അവൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല. ഏറെ സ്നേഹത്തോടെ പ്രിയമുള്ളവരെ പറയട്ടെ, ദേശത്തെങ്ങും മാറ്റൊലികൊള്ളുന്ന തൻ്റെ ജനത്തിൻ്റെ വേദന ഓർത്ത് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം വെങ്ങുന്നില്ലേ? കേരള സഭയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കേരള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ക്രമരാഹിത്യങ്ങളും മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ കണ്ണുനീരൊപ്പുന്ന കരങ്ങൾ ഉയരട്ടെ. ഈ രാത്രിയിൽ കരുണയുടെ ജപമാലയുടെ 5 ചിന്തകൾ പങ്കുവെച്ച്, 5 ജപങ്ങൾ പങ്കുവെച്ച്, കരങ്ങൾ വിരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, തിരുസഭയോട്, എല്ലാ വിശ്വാസികളോടും കരുണയായിരിക്കണമേ. സകല സമർപ്പിത ജീവിതങ്ങളോടും കരുണയായിരിക്കണമേ. സഭയെ വീണ്ടും പടുത്തുയർത്തണമേ. പൂർവാദ്യം ശക്തമായി സഭയെ ഉയർത്തി നിർത്തണമേ. കരങ്ങളെയും ഒന്ന് ഉയർത്തിക്കൊണ്ട് ഒന്ന് യേശുവേ വായി തുറന്ന് വിളിക്കാമോ? ആരാധന, 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 ആരാധന. വേദനയോടെ പ്രാർത്ഥിക്കട്ടെ, കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ. ആരാധന, ആരാധന. അരാജകത്വങ്ങൾ മാറട്ടെ, കലഹങ്ങൾ മാറട്ടെ, ഭിന്നതകൾ മാറട്ടെ, സാധാന്യ പോരാട്ടങ്ങൾ നിർവീര്യമായി പോകട്ടെ. സ്നേഹത്തിന്റെ ആത്മാവ് വന്ന് നിറയട്ടെ, കൂട്ടായ്മയുടെ അനുഭവം നിറയട്ടെ. കരങ്ങൾ വിരിച്ച് ഈശോയുടെ പ്രാർത്ഥിക്കാൻ പാടി. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്ത് പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയായിരിക്കണം. കരുണയുണ്ടാകേണമേ.
എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ക്രൂശിൽ കിടന്ന് പടയുന്നവനെ നോക്കിക്കൊണ്ട് ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ പിതാവേ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഒരു നിമിഷം കൂടി കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ രാത്രിയിൽ അനേകർ ശലോമിലേക്ക് പ്രാർത്ഥനയ്ക്കായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാസം കത്തുകളിലൂടെ മെയിലുകളിലൂടെ ധാരാളം വ്യക്തികൾ തങ്ങളുടെ ജീവിതഭാരങ്ങൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കത് കരമൊന്ന് ഉയർത്തി. ഇതാ ഏതാനും മെയിലുകളുടെ പ്രിൻ്റ് എടുത്തിരിക്കുകയാണ്. ഇത് കത്ത് ഈ കരം ഉയർത്തി ദൈവമേ ശലോമിലേക്ക് പ്രാർത്ഥനയ്ക്കായി മെയിൽ ചെയ്തവരും കത്തുകൾ അയച്ചവരും മെസ്സേജ് ഇട്ടവരുമായ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സകല ജീവിതങ്ങളുടെ നിയോഗങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ഈ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് മറുപടി തരുമെന്ന് പറഞ്ഞവന്റെ പക്കലേക്ക് സകല നിയോഗങ്ങളും ഉയർത്തി ഒന്ന് കർത്താവിനെ ആരാധിക്കാം. ഒറ്റ വിളി വിളിക്കാം. യേശുവേ, ആരാധന 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 പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാരും എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദേവാ, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദേവാ, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ.